പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് അഹ്ലക്നൽ ഖുറൂന മിൻ ഖബ്ലിക്കും. തീർച്ചയായും നിങ്ങൾക്ക് മുമ്പുള്ള പല തലമുറകളെയും അവർ അക്രമം പ്രവർത്തിച്ചപ്പോൾ നാം നശിപ്പിച്ചിട്ടുണ്ട്. വ്യക്തമായ തെളിവുകളുമായി നമ്മുടെ ദൂതന്മാർ അവരുടെ അടുത്ത് ചെല്ലുകയുണ്ടായി. അവർ വിശ്വസിക്കുകയുണ്ടായില്ല. അപ്രകാരമാണ് കുറ്റവാളികളായ ജനങ്ങൾക്ക് നാം പ്രതിഫലം നൽകുന്നത്. അപ്പോൾ നമുക്ക് മുമ്പുള്ള പല തലമുറകളെയും അല്ലാഹു നശിപ്പിച്ചിട്ടുണ്ട് അല്ലേ. ഖുർആനിൽ പല തലമുറകളുടെ പേര് പറയുന്നുണ്ട്. ആദ്, സമൂദ്, പല തലമുറകളും നശിപ്പിച്ചിട്ടുണ്ട് അല്ലാഹു. നൂഹ് നബി അല്ലേ, മൂസാ നബിയുടെ ആൾക്കാരില്ലേ, പലവരെയും അല്ലാഹു നശിപ്പിച്ചിട്ടുണ്ട്. അപ്പം എന്താ കാരണം? അക്രമം പ്രവർത്തിച്ചതാണ് കാരണം. അവർ സത്യസന്ദേശം കേൾക്കാൻ ഉൾക്കൊണ്ടില്ല. അള്ളാഹു പരമാവധി ക്ഷമിക്കും. പരമാവധി ക്ഷമിച്ച ശേഷമാണ് അള്ളാഹു നടപടിയെടുക്കുക. പണ്ട് ജയൻ്റെ സിനിമകളിലൊക്കെ ഉണ്ടാവും. ആദ്യം കുറേ അടി ജയം വാങ്ങും, എന്നിട്ട് അവസാനം നിലത്ത് നിന്ന് വീണ് തലയിൽ പൊട്ടി രക്തം ഒലിക്കുമ്പോഴാണ് തിരിച്ചടിക്കുക. ആ തിരിച്ചടി ഒരു ശക്തമായിരിക്കും. ഇല്ലെങ്കിൽ 10-20 പേരും വരുന്ന ശത്രുക്കളെ നിഷ്പ്രയാസം അടിച്ച് തോൽപ്പിക്കും. പ്രത്യേക ശക്തി ഉണ്ടായിട്ടാണ് ജയൻ ക്ഷമിക്കുന്നത്, ആ നായകൻ ക്ഷമിക്കുന്നത്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ രീതി ആയിട്ട് പരമാവധി ക്ഷമിക്കും. അവൻ്റെ പ്രവാചകനെ ദ്രോഹിക്കുമ്പോഴും അള്ളാഹു ക്ഷമിക്കും. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ദാസന്മാരെ അള്ളാഹുവിന് ഇഷ്ടമാണ്. പല മഹാന്മാരും ഇപ്പം മസീം, മടവൂർ, ഇങ്ങനത്തെ പല ആൾക്കാരൊക്കെ അള്ളാഹുവിന് ഇപ്പം വേണ്ടപ്പെട്ട ആൾക്കാരായിരിക്കും. പക്ഷേ അവർ പറയുന്ന ചില കാര്യങ്ങൾ നടപ്പിലാവുന്നത് അവരുടെ കഴിവ് കൊണ്ടല്ല, മറിച്ച് അവരോടുള്ള സ്നേഹം കൊണ്ട് അള്ളാഹു നടപ്പിലാക്കുക. തൻ്റെ പ്രിയപ്പെട്ട ആളുകൾ ഒരു കാര്യം പറയുമ്പോൾ അതെങ്ങനെ അവർ മോശമാവാൻ പാടില്ല, അള്ളാഹു നിർബന്ധമാണ്. അപ്പം സിഎം മടവൂരിൻ്റെ കഴിവ് കൊണ്ടല്ല പലതും ചെയ്തു കൊടുക്കുന്നത്, മറിച്ച് എൻ്റെ ഇഷ്ടപ്പെട്ട ആൾക്കാർ തോൽക്കാൻ പാടില്ല, ശത്രുക്കളുടെ മുമ്പിൽ തോൽക്കാൻ പാടില്ല. അപ്പം അതുകൊണ്ടാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ മുമ്പൊരു സംഭവം, ഒരു സൂഫി ചെരുപ്പ് കൊടുത്തിട്ട് ഇറങ്ങിപ്പോയിക്കോളാൻ വേണ്ടി പറഞ്ഞു തന്നു. ഒരു സിഹർ ബാധിച്ച സ്ത്രീയുടെ അടുത്തേക്ക് തൻ്റെ ചെരുപ്പ് കൊടുത്തയച്ചിട്ട് പറഞ്ഞു, ഈ ചെരുപ്പിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞിട്ടുണ്ട് ഈ ശരീരത്തിൽ നീ ഇറങ്ങിപ്പോകണമെന്ന്. കേട്ട മാതിരി എന്ത് ചെയ്തു, ജിന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ അവിടെ പ്രവർത്തിച്ചത് എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ താല്പര്യമാണ്, അള്ളാഹു നടപ്പിലാക്കണത്. കാരണം അതെങ്ങനെ ഇറങ്ങിപ്പോയിട്ടില്ലെങ്കിൽ തൻ്റെ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട സൂഫിക്ക് അവമതിക്കുന്ന തുല്യമാണ്. അപ്പോൾ അള്ളാഹു എന്ത് ചെയ്യും, വേഗം ആ ജിന്നിനെ അവിടുന്ന് പിൻവലിക്കും, ദുഷ്ട ജിന്നിനെ അവിടെ വേഗം പിൻവലിക്കും. അതുപോലെ തന്നെ ചന്ദ്രനെ അള്ളാഹു പ്രവാചകന് വേണ്ടി അള്ളാഹു പുലർത്തി കൊടുത്തല്ല. അപ്പം പുലർത്തി കൊടുത്തിട്ടില്ലെങ്കിൽ പ്രവാചകൻ അവിടെ അപമാനിതനാവും. അപ്പം അത് പാടില്ല. തൻ്റെ ഇഷ്ടദാസന്മാർ ഏറ്റവും അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ഏറ്റവും ഉത്തമൻ ഉള്ള പ്രവാചകൻ്റെ താഴെയാണ് മറ്റ് എല്ലാ നബിമാരും ഉണ്ടാവുക. ഏറ്റവും അള്ളാഹു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്ഥാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ടാണ് നമ്മൾ മുസ്ലിമിൻ്റെ ഒരു ഷഹാദത്ത് കലിമ തന്നെ മുഹമ്മദ് നബിയുടെ പേര് ഉൾക്കൊള്ളിച്ചതല്ലേ, അള്ളാഹു ആ പ്രവാചകനാണ് അള്ളാഹു കഴിഞ്ഞാൽ ഏറ്റവും തൊട്ട താഴെയുള്ളത് പ്രവാചകനാണ്. അതിന് ശേഷമാണ് ബാക്കി എല്ലാവരും ഉള്ളൂ, മറ്റു നബിമാരും ജിബ്രീൽ അലൈഹിസ്സലാം വരെ അല്ലേ, മാലാഖമായ ഉത്തമനായ ജിബ്രീൽ അലൈഹിസ്സലാം വരെയൊക്കെ പ്രവാചകന് താഴെയാണ്. അപ്പം തൻ്റെ ആ ഇഷ്ടപ്പെട്ട പ്രവാചകന് അവിടെ അപമാനിതനാവും. ചന്ദ്രനെങ്ങനെ പുലർത്തിയിട്ടില്ലെങ്കിൽ അവിടെ അപമാനിതനാവും. അപ്പോൾ എവിടെയും ഇങ്ങനെ പല മഹാന്മാരും മുന്നും പ്രാർത്ഥിക്കുമ്പോൾ പറയുമ്പോൾ മഴ പെയ്യുന്നതൊക്കെ അവർക്ക് നാണക്കേടുണ്ടാവരുത് എന്നുള്ള അള്ളാഹുവിൻ്റെ ഉറച്ച ഒരു ബോധ്യത്തിൻ്റെ മുകളിൽ അള്ളാഹു നടപ്പിലാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇവർ പിന്നെ ശത്രുക്കൾ ഈ പ്രവാചകന്മാർക്കെതിരെ അതിക്രമം കാട്ടുമ്പോൾ അള്ളാഹു തുടക്കത്തിലൊക്കെ ക്ഷമിക്കും. പിന്നെയും വല്ലാതെ അവർ തീരെ കേൾക്കാതെയും അക്രമം കാണിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹു ഇവരെ മൊത്തം നശിപ്പിച്ചു കളയുകയും ചെയ്യും. അതായത് എക്കാലവുമുള്ള അള്ളാഹുവിൻ്റെ സമീപനമാണ്. അള്ളാഹുവിൻ്റെ നടപടികൾ യാതൊരു മാറ്റത്തിലും കാണാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അന്നും ഇന്നും ഒരുപോലെ ആയിരിക്കും അള്ളാഹു നടപടികൾ. ആദ്യം വളരെ ക്ഷമിക്കും, അത് നല്ല രീതിയിൽ ഉപദേശിക്കും,
എന്നിട്ടും കേട്ടിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ഉപേക്ഷിക്കും. അതും കഴിഞ്ഞില്ലെങ്കിൽ പരമാവധി നശിപ്പിക്കും. അത് നശിപ്പിക്കുന്ന സമയത്ത് ഒരു ഇളവുണ്ടാവില്ല. മനസ്സിലായില്ലേ? നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അള്ളാഹു കോപിഷ്ഠനായി കഴിഞ്ഞാൽ പിന്നെ യാതൊരു ഇളവും ഉണ്ടാവില്ല. അവിടെ സത്യവിശ്വാസികളും കൂടി അതിൽ ഉൾപ്പെടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഏതെങ്കിലും പ്രവാചകന്മാർ വന്നിട്ടുണ്ടെങ്കിൽ പ്രവാചകൻ നല്ല വ്യക്തികൾ എൻ്റെ ഉപദേശം നൽകാൻ നമ്മളത് സ്വീകരിക്കണം. മറ്റുള്ളവർ സ്വീകരിക്കട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ പിന്നോക്കം നിൽക്കരുത്. നമ്മളത് സ്വീകരിക്കുക, എന്നിട്ട് മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുക. സാധാരണക്കാരുടെ ഒരു സംസാരം ചിലപ്പോൾ നേതാക്കന്മാരുടെ സംസാരത്തെക്കാൾ ചിലപ്പം മഹത്തരമായിരിക്കും. അല്ലേ? ഒരാളിപ്പോൾ നേതാവിനിപ്പം വല്ലാതെ ഒരു നേതാവ് ജനങ്ങളെ ഉപദേശിക്കുകയാണ്, ജനങ്ങളൊന്നും കേൾക്കുന്നില്ല. അല്ലെങ്കിൽ അധ്യാപകന് ഒരു ക്ലാസ് എടുക്കുകയാണ്, ഒരു അയൽക്കൂട്ടം കമ്മിറ്റിയിൽ ക്ലാസ് എടുത്ത് കൊടുക്കുകയാണ്. അത് ആരും അയാൾ പറയുന്നത് കേൾക്കുന്നില്ല. ഇപ്പം റോഡ് സുരക്ഷയെ പറ്റിയാണ്. റോഡിൽ നടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ലൈനായി നടക്കണം, അതുപോലെ റോഡിൻ്റെ വശം ചേർന്ന് നടക്കണം, അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം. ആരും അയാൾ ഉൾക്കൊള്ളുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ സദസ്സിന് ഒരാൾ പറയുകയാണ്, അദ്ദേഹം നമുക്ക് വേണ്ടിയാണ് പറയുന്നത്, നമ്മളത് കേൾക്കണം എന്ന് പറഞ്ഞ വാക്കിന് വളരെ വിലയാണ്. കാരണം നമ്മളെ കൂട്ടത്തിന് ഒരാൾ പറയുകയാണ്. അപ്പം നമ്മൾ അങ്ങനെ ആരെങ്കിലും നല്ല മഹാന്മാരൊക്കെ പറയുമ്പോൾ നമ്മളത് എന്ത് ചെയ്യണം? അതാദ്യം ഉൾക്കൊള്ളുക, എന്നിട്ട് മറ്റുള്ളവരെ ഉപദേശിക്കുകയും ചെയ്യാം. നമ്മുടെ വാക്കും കൂടി ഉണ്ടാകുമ്പോൾ അവിടെ മറ്റുള്ളവർക്ക് പറയാനൊരു വോയിസ് ഇല്ല. ഇപ്പോൾ അധ്യാപകനിപ്പോൾ ഒരു വിഷയം പരിപൂർണമായിട്ടും പഠിപ്പിച്ചു, എല്ലാ വിദ്യാർത്ഥികളും തോറ്റു, ആ വിദ്യാർത്ഥി തോറ്റു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഹെഡ്മാസ്റ്റർക്ക് എന്ത് ധാരണ വരും? ഈ അധ്യാപകൻ പഠിപ്പിച്ചിട്ടില്ലേ എന്നൊരു ധാരണ വരും. അപ്പോൾ അതിലൊരു വിദ്യാർത്ഥി വിജയിച്ചു, ഒരു വിദ്യാർത്ഥി മാത്രം വിജയിച്ചു എന്ന് കൂട്ടുക. അപ്പം എന്ത് മനസ്സിലായി? ആ അധ്യാപകൻ തെളിവായി, ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് തെളിവായി. അപ്പോൾ അധ്യാപകന് അതൊരു നേട്ടമാണ്, അധ്യാപകനൊരു മഹത്തരം ഒക്കെയാണ്. അപ്പോൾ നമ്മൾ അത് സത്യം എവിടെയെങ്കിലും കേട്ട് കഴിഞ്ഞാൽ നമ്മളത് ഉൾക്കൊള്ളാതിട്ട് മറ്റുള്ളവരെ ഉപദേശിക്കുകയും ചെയ്യും. മറ്റെല്ലാവരും വിശ്വസിക്കട്ടെ വെച്ചിട്ട് നമ്മൾ കാത്തു നിൽക്കരുത്. നമ്മൾ വേഗം വിശ്വസിക്കുക. സാധിക്കുമെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കുക. നമുക്ക് സുഹൃത്ത് യാസീനിൽ സംഭവം അറിയാമല്ലോ. ഒരു പ്രവാചകന് വന്ന് ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിച്ചു. അപ്പോൾ തള്ളിപ്പറഞ്ഞു. അള്ളാഹു വേറൊരാളും കൂടി വന്ന് സത്യപ്പെടുത്തി, എന്നിട്ടും ജനങ്ങൾ കേട്ടില്ല. അപ്പോൾ പട്ടണത്തിലെ അങ്ങേ തലക്കിൽ നിന്ന് പ്രാന്തപ്രദേശത്തിൽ നിന്നാണ് വെച്ചാൽ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് ഒരാൾ വന്നു. വെച്ചാൽ ഈ ഗ്രാമപ്രദേശങ്ങളിലുള്ളവർ സത്യം ഉൾക്കൊള്ളും, നന്മയുള്ളവരാണ് ഗ്രാമപ്രദേശം എന്നൊക്കെ ഒരു ധ്വനിയിലുണ്ട്. അയാൾ വന്ന് പറഞ്ഞു, ഈ ദേവദൂതന്മാരെ നിങ്ങൾ പിൻപറ്റുകയും നിങ്ങൾ നന്മയല്ലാതെ ഗുണകാംക്ഷം മാത്രമാണല്ലോ പാടുന്നത്, അവർ യാതൊരു പ്രതിഫലം നേടുന്നില്ല അല്ലേ? അതാണ് ഏറ്റവും വലിയ ഒരു പോയിന്റ്. നമ്മൾ എന്തെങ്കിലും പ്രതിഫലം നേടുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ദ്രോഹകരമായ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത് അല്ലേ? അപ്പോൾ യാതൊരു എന്ത് ചെയ്യുന്നില്ല, നേട്ടവും അവർ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ പാടുന്നതൊക്കെ നസീഹത്ത, നന്മയാണ്. അതാണ് രണ്ട് നേട്ടമായിട്ട് ആ ഗ്രാമപ്രദേശത്തുള്ള ആൾ വന്നിട്ട് പറയുന്നത്. എപ്പോഴും നമ്മൾ യൂട്യൂബിലൊക്കെ പല പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതുവഴി അവർക്ക് യൂട്യൂബ് വരുമാനം ഉണ്ടാകുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ദോഷകരമായ എന്തെങ്കിലും പറയുന്നുണ്ടോ, നന്മ മാത്രമാണോ അദ്ദേഹം പറയുന്നത് എന്ന് രണ്ട് കാര്യം ചിന്തിച്ചാൽ മതി. ഇപ്പോൾ കാസിം ഉസ്താദ് അതിന് പല പ്രഭാഷണങ്ങളും പറയാറുണ്ട്, ഞാൻ യൂട്യൂബിൽ ഒരു വരുമാനം ഞാൻ വാങ്ങാറില്ല, 5% വരുമാനം ഞാൻ വാങ്ങാറില്ല. ഞാൻ തൊണ്ട കീറി പറഞ്ഞിട്ടും എനിക്ക് ഒരാളും ചായ എനിക്ക് ചായൻ്റെ പൈസയിട്ട് തരാറുമില്ല, ഞാൻ കഴിഞ്ഞിട്ട് പണ്ടും ഞാൻ വാങ്ങാറില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തുടക്കത്തിലൊക്കെ അദ്ദേഹം പൈസ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹം പറയാൻ തുടങ്ങിയപ്പോഴൊന്നും ഒരു പ്രഭാഷണത്തിനും അദ്ദേഹം പൈസ വാങ്ങാറില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഏതെങ്കിലും പ്രഭാഷകന്മാരോ ഒക്കെ അവർക്ക് എന്തെങ്കിലും പണത്തിന് വേണ്ടിയാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ പറയുന്നത് എന്തെങ്കിലും സങ്കുചിത താല്പര്യമുണ്ടോ, സംഘടനയെ വളർത്താനാണോ, നിഷ്കളങ്കമായിട്ടാണോ പാടുന്നതൊക്കെ നമ്മൾ ചിന്തിച്ച് നോക്കുക. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ ഉള്ളവനും പാടുന്നതിൽ അന്ന് സുഹൃത്ത് യാസീനിൽ അദ്ദേഹം പറഞ്ഞ മാതിരി തന്നെ ഈ രീതിയിൽ തന്നെയാണ് ഈ ഉള്ളവൻ്റെ സംസാരം. ഞാൻ യൂട്യൂബിൽ ഒരു വരുമാനം ഇതുവരെ വാങ്ങിയിട്ടില്ല, കിട്ടാനും പോകുന്നില്ല. കാരണം വെച്ചാൽ വളരെ വ്യൂസ് വളരെ കുറവാണ്, സബ്സ്ക്രൈബർ ഇല്ല, ഞാൻ ഏറ്റവും പ്രതീക്ഷിക്കുന്നുമില്ല.
ഒരു പരസ്യങ്ങളും എൻ്റെ ഇതിലില്ല. ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കും, നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. ഇപ്പോൾ കാസിം ഉസ്താദ് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയിൽ ധാരാളം പരസ്യം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റൊരു വീഡിയോ ചാനൽ തുടങ്ങി. നോക്കുമ്പോൾ അതിലും വന്നു പരസ്യം. ഒടുക്കം അദ്ദേഹം പറഞ്ഞു, ഈ പരസ്യമില്ലായ്മ ചെയ്യാൻ നമുക്ക് കഴിയില്ല. യൂട്യൂബിന് ടേംസ് ആൻഡ് പോളിസി ഉണ്ട് അവർക്ക്. അതനുസരിച്ചിട്ടാണ് അവരുടെ ഇത് പ്രവർത്തിക്കുന്നത്, ചാനൽ പ്രവർത്തിക്കുന്നത്. നമ്മൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വ്യൂസ് വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ പരസ്യം വരും. അതില്ലായ്മ ചെയ്യാൻ അവർക്ക് കഴിയില്ല. അവർ മനഃപൂർവ്വം ചെയ്യുകയാണ്. ഇല്ലുമിനാറ്റികളാണല്ലോ. അവർക്ക് അവരുടെ ബിസിനസ് വളർത്താൻ വേണ്ടിയുള്ളതാണ് അത് യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ. കൂടുതൽ ദിവസം നന്മയും ഉണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പം അദ്ദേഹത്തെ യൂട്യൂബിൻ്റെ കാസിം ഉസ്താദിൻ്റെ അതിൽ അദ്ദേഹം പറഞ്ഞിട്ട് ചെയ്യുന്നില്ല. ആ പരസ്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്കും നമ്മളെ വീഡിയോക്ക് വ്യൂസ് ഉണ്ടെങ്കിൽ അതിൽ പരസ്യം വന്നു കഴിഞ്ഞാൽ നമുക്കത് ഒഴിവാക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിലൊക്കെ ഒരുപാട് പരസ്യം നമ്മൾ കാണാൻ ശ്രദ്ധിച്ച് നമുക്ക് പണ്ടൊക്കെ സ്കിപ്പ് ചെയ്യാമായിരുന്നു. പരസ്യങ്ങൾ ഉണ്ടാകുമ്പോൾ സ്കിപ്പ് ചെയ്യാൻ കഴിയും തുടക്കത്തിലൊക്കെ. ഇപ്പോൾ അത് കഴിയില്ല. ആ പരസ്യങ്ങൾ പരിപൂർണമായിട്ടും കാണണം. അതുപോലെ പല ആപ്ലിക്കേഷനൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പരസ്യങ്ങളുണ്ടാകും. പരസ്യങ്ങൾ ഇല്ലാതാക്കാനുള്ള ഒരു ഹിന്ദു മാർക്ക് ചിത്രം പണ്ടൊക്കെ ഉണ്ടായി. ഇപ്പോൾ അത് വരുന്നില്ല. അവരും വിളവ് പഠിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആ പരസ്യങ്ങൾ പൂർണ്ണമായിട്ട് നമ്മൾ കാണണം. അപ്പം അങ്ങനെയുള്ളൊരു സാത്താനിസ ഉപകരണമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോൺ. പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ പ്രവാചകന്മാരൊക്കെ നിഷ്കളങ്കമായിട്ടാണ് ജനങ്ങളെ ഉപദേശിക്കുന്നത്. എന്നിട്ടും അവർ കേൾക്കാതാവുമ്പോൾ അള്ളാഹു അവരെ പരിപൂർണമായി നശിപ്പിക്കും. അങ്ങനെ അള്ളാഹുവിൻ്റെ ആ കോപത്തിന് ഇരയായുടെ മാർഗത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തില്ല തമ്പുരാനെ. എൻ്റെ സ്നേഹത്തിന് പാത്രീഭൂതരാകുന്ന ആ ഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുന്ന തമ്പുരാനെ. ആമീൻ.